രാജ്യത്തെ പ്രമുഖ അന്വേഷണ ഏജൻസിയായ ഇഡിക്ക് വൻ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു കാരണമുണ്ടാക്കി അന്വേഷണം എന്ന പേരിൽ ചില കാര്യങ്ങൾ കണ്ടെത്തി എഴുതി വച്ച് പ്രതിപക്ഷ നേതാക്കളെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ളവരെ ജയിലിലടക്കുന്നതാണ് ഇഡിയുടെ ഒരു പണി. അത് നരേന്ദ്രമോദിക്കും BJPക്കും വേണ്ടി ഇഡി ഏറ്റെടുത്തിരിക്കുന്ന ഒരു നൂറാംകിട പണിയെന്ന് പലരും വിമർശനം ഉന്നയിക്കുന്നു. എന്നാൽ സുപ്രീം കോടതിക്ക് ഈ കള്ളക്കളികളെല്ലാം മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമായി അറിയിച്ചിരിക്കുന്നു. സോറന് ജാമ്യം അനുവദിച്ചത് ചോദ്യം ചെയ്ത് ഇഡി സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. ഹൈക്കോടതി വിധി യുക്തിസഹമാണെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇഡിയുടെ ആവശ്യം തള്ളിക്കളഞ്ഞത്. ജസ്റ്റിസുമാരായ BR ഗവായി, വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കഴിഞ്ഞ ജനുവരി 30-നാണ് ഹേമന്ത് സോറനെ ഇഡി അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് തൊട്ടുമുൻപ് അദ്ദേഹം ജാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും പുതിയ മുഖ്യമന്ത്രിയായി ചമ്പൈ സോറനെ നിയമിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ തൻ്റെ നിരപരാധിത്വം തെളിയിച്ചും ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷമാണ് സോറൻ വീണ്ടും ഇപ്പോൾ മുഖ്യമന്ത്രിയായത്. നമുക്കറിയാം, കുതിരക്കച്ചവടം തകൃതിയായി കൊണ്ടു നടന്നിരുന്ന കാലത്ത് BJP ആവശ്യപ്പെട്ടത് പ്രകാരം NDAയിലേക്ക് കൂറുമാറാനുള്ള സമ്മർദ്ദത്തിന് വഴങ്ങാത്തതിനെ തുടർന്ന് മോദി സർക്കാർ ഹേമന്ത് സോറനെതിരെ പ്രതികാര നടപടിയെടുത്തതാണിത്. സോറനെതിരെ ഉണ്ടായത് നൂറാംകിട പരിപാടിയാണെന്ന് ഇന്ത്യ സഖ്യവും വിശ്വസിക്കുന്നു. ആ വിശ്വാസവും യാഥാർത്ഥ്യവുമാണ് ഇപ്പോൾ വിജയിച്ചു വരുന്നത്. പ്രതികാരം തോന്നുന്ന പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ അസംബന്ധങ്ങൾ വിളിച്ചു പറയുകയാണ് അന്വേഷണ ഏജൻസികൾ. അതുപ്രകാരം തെളിവ് നശിപ്പിക്കാനും സമാനമായ കുറ്റം ആവർത്തിക്കാനും സാധ്യതയുണ്ടെന്നായിരുന്നു ഇഡി വാദിച്ചത്. അത് തള്ളിക്കൊണ്ടാണ് ഹേമന്ത് സോറന് ജാർഖണ്ഡ് ഹൈക്കോടതി ജഡ്ജി റോങ്കോൺ മുഖോപാധ്യായ അദ്ദേഹത്തിൻ്റെ ബെഞ്ച് ജാമ്യം അനുവദിച്ചത്. പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹം കുറ്റക്കാരനാണ് തോന്നുന്നില്ലെന്നും ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നു. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ ബാക്കിയിരിക്കെ സോറന് ജാമ്യം ലഭിച്ചത് ഇന്ത്യ സഖ്യത്തിന് ആശ്വാസവും ആവേശവുമായി മാറിയിട്ടുണ്ട്. മാത്രമല്ല, ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖ്യമന്ത്രിയെ അകത്താക്കി അഴിമതിയും പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന് കരുതിയ BJPക്കും നരേന്ദ്രമോദിക്കും കിട്ടിയ ഇരുട്ടടിയാണ് ഇപ്പോഴത്തെ സംഭവം. നമുക്കറിയാം, DK ശിവകുമാറിനെ പോലെയുള്ളവരെ, എത്രയോ നേതാക്കളെ മാസങ്ങളോളം ജയിലിലടച്ചവരാണ് ഇഡി. എന്നാൽ അവർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഉപമുഖ്യമന്ത്രിമാരൊക്കെ ആയത് ഇപ്പോൾ രാജ്യം കാണുന്നുണ്ട്. അങ്ങനെ പ്രതികാര നടപടിയാണ് ജാർഖണ്ഡിലുമെന്നാണ് കോടതി നൽകുന്ന സൂചന. ഈ പകവീട്ടലിന് ലോകസഭയിൽ ജനങ്ങൾ നൽകിയ തിരിച്ചടി തന്നെയാണ് ഇനി ജാർഖണ്ഡിലും BJPയെ കാത്തിരിക്കുന്നത്.